Hi dear all, welcome back to our online class. So in the last lecture we discussed about for loop. Okay, അപ്പോൾ for loop വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. And in this lecture we are going to discuss about two statements of Python. They are break and continue statements. Okay, what will happen when you use what break and continue statements? Let us learn it by go through some programs. So you just listen. നമുക്കപ്പോൾ ബ്രേക്കും കണ്ടിന്യൂ അതിനുശേഷം ഒരു ചെറിയ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന നമ്പേഴ്സിലെ ലാർജസ്റ്റ് പോസിറ്റീവ് നമ്പർ മാത്രമാണ് പറയുന്നത്. ലാർജസ്റ്റ് നമ്പർ പ്രിൻ്റ് ചെയ്യിക്കാനുള്ള ഒരു ചെറിയ പ്രോഗ്രാം കൂടെ ചെയ്തിട്ട് നമ്മൾ അവസാനിപ്പിക്കും. ദിസ് ഈസ് എ സ്മോൾ ലെക്ചർ. സോ നമുക്ക് പൈത്തൺ ഓപ്പൺ ചെയ്യാം. അതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് നമുക്കതിൽ നോക്കാം എന്താണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ നമ്മൾ എന്താണ് ചെയ്യാവുന്നത് അല്ലേ, എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണാം അല്ലേ. അതെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നൊരു ലൂപ്പ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോഗ്രാമിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലാണ് ബ്രേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിവിടെ ബ്രേക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഈ ഒരു ലൂപ്പ്, അതായത് ഇഫിൻ്റെ ഈ ഒരു ലൂപ്പ് എന്ത് ചെയ്യാൻ പോകുന്നില്ല, പിന്നീട് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ക്ലിയർ. അപ്പം ബ്രേക്ക് ഉപയോഗിക്കുന്നത് ആ ഒരു ലൂപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഈ ഉള്ളിലത്തെ ഈ ഇന്നർമോസ്റ്റ് ലൂപ്പ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും, റിപ്പീറ്റഡ്ലി കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ശരിക്കും അടുത്ത ലൈനിൽ റീഡ് ചെയ്ത് ഇത് പ്രോഗ്രാം ഞാൻ റൺ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. നേരെ വൈലിൻ്റെ കണ്ടീഷനിലേക്ക് പോകും. പകരം ഇഫിൻ്റെ ലൂപ്പ് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്ന ഫോൾസ് ആവുന്നവരെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, നമുക്കത് കൂടുതൽ പ്രോഗ്രാം ചെയ്തിട്ട് നോക്കാം. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദി പ്രോഗ്രാം. ഓക്കെ, കാരണം ഇതിൽ എന്താ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുക. നമുക്ക് തൽക്കാലം അതാണ് നല്ലത്. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പുതിയൊരു ഫയൽ എടുക്കാം. ഓക്കെ, യെസ്. So we are going to study break and continue. Okay, ഒരു ഹെഡിങ് കൊടുത്തു. ക്ലിയർ, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. നമുക്ക് ഒരു ചെറിയ ഒരു പ്രോഗ്രാം, നമ്മളിപ്പോൾ കണ്ട പ്രോഗ്രാം തന്നെ അതൊന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം എക്സ് ഈക്വൽ ടു 1 ഞാൻ പ്രോഗ്രാം എഴുതുവാണ്. എക്സ് ഈക്വൽ ടു 1 ഞാൻ വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. വൈൽ എക്സ് ലെസ് ദാൻ 10 എന്താണ് കണ്ടീഷൻ കൊടുക്കുവാണ് അല്ലേ. നമുക്കറിയാം വൈലും ഫോറും ഒക്കെ നമുക്കിങ്ങനെ ലൂപ്പ് ചെയ്യാനുള്ളതാണ് അല്ലേ. ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ അതിനുള്ളിലത്തെ കോഡ്സ് ഇങ്ങനെ എന്ത് ചെയ്യും, റൺ ചെയ്തുകൊണ്ടിരിക്കും. റൈറ്റ്, അടുത്തത് ഇഫ് നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ആര്, ഇഫ് എക്സ് ലെസ് ദാൻ 3. അപ്പോൾ വൈൽ ഒരു ലൂപ്പാണ്, ഇഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ലെസ് ദാൻ 3 എൻ്റർ. അപ്പോൾ ഇപ്പോൾ വൈലിനുള്ളിലാണ് ഇഫ് ഉള്ളത്, ഇഫിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ആ കേഴ്സർ ഉള്ളത്. അപ്പോൾ അവിടെയാണ് ഞാൻ എഴുതാൻ പോകുന്നത് പ്രിന്റ്. പ്രിന്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ദിസ് ഈസ് നമ്പർ കോമ ആ നമ്പർ എക്സ് എന്ന് പറയുന്ന നമ്പർ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കോമേട്ടറി കൊടുക്കണേ, കോമേട്ടറിൽ എറർ കാണിക്കും. ഓക്കെ, വെരി കെയർഫുൾ. എൻ്റർ. അപ്പോൾ പ്രിന്റിന് താഴെ ഞാൻ എക്സ് എന്ത് ചെയ്യുന്നു, ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നു. അങ്ങനെ എക്സിന്റെ വാല്യൂ ഞാൻ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എക്സ് ഇൻക്രിമെന്റ് ചെയ്യണം. അത് ഞാൻ എന്ത് ചെയ്യണം, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 കൊടുക്കണം. ഓക്കെ, നമ്മൾ മുന്നത്തെ ഒരു പ്രോഗ്രാമിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. And you need to continue this if സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇഫ് എന്ന് പറയുന്ന ഈ ഒരു
ഇഫിൻ്റെ ഉള്ളിലത്തെ ഈ കോഡ് എന്ത് ചെയ്യണം, നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇഫ് നമുക്കറിയാം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ അവിടെ കൊടുത്തു. ഓക്കെ, എൻ്റർ. അപ്പോൾ അതിനുശേഷം എൻ്റർ എടുത്തപ്പോൾ കാണാൻ പറ്റും നേരെ അത് ഇഫ് ലൂപ്പിന് പുറത്ത്, അതായത് വൈലിലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ ഐ എം റൈറ്റിംഗ് എ കോഡ് പ്രിന്റ് എക്സ്. എന്താണ്? പ്രിന്റ് എക്സ്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, എൻ്റർ. ഞാൻ വീണ്ടും ഒരു ഇഫ്, അത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഇഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇഫ് എൻ്റെ കോഡ് ഇങ്ങനെയാണ്, എഫ് എക്സ് ഈക്വൽ ടു 4. ഓക്കെ, ഇഫ് എക്സ് ഈക്വൽ ടു 4, അതായത് ശ്രദ്ധിക്കണം, ഇവിടെ 2 ഈക്വൽ ടു അബദ്ധത്തിൽ അടിച്ചൊന്നുമല്ലേ, ഈക്വൽ ടു ആണ്. അതായത് എക്സ് 4 ആണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. എക്സിന് 4 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 4 ആണ്. ഇവിടെ അങ്ങനെയല്ല, എക്സ് ഈക്വൽ ടു 4. എക്സിന്റെ വാല്യൂ, എക്സിന് ഒരു വാല്യൂ ഉണ്ട്, അത് 4 ആണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. അതാണ് ഇഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ മീനിങ്. ഓക്കെ, റൈറ്റ്. നൗ അവിടെ ഞാൻ പ്രിന്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ, പ്രിന്റ് 4 ആണെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റോപ്പിംഗ് വർക്ക് എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇത് പ്രത്യേകിച്ചൊരു ടാസ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ ബ്രേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം മാത്രമാണ്. ഓക്കെ, സ്റ്റോപ്പിംഗ് വർക്ക്. അവിടെ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അതായത് 4 വന്നാൽ പിന്നെ പ്രോഗ്രാം റൺ ആവരുത്, അവിടെ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ഓക്കെ, എൻ്റർ. അപ്പോൾ കാണാൻ പറ്റും ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇഫിന് പുറത്താണ്. ഓക്കെ, പിന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല, റൺ ചെയ്യാൻ പാടില്ല. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഇത് ഞാൻ റൺ ചെയ്ത ശേഷം ഈ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്ക് കണ്ടിന്യൂ ബ്രേക്ക് മനസ്സിലാവില്ല. സോ ഞാൻ സേവ് ചെയ്യുന്നു. നമുക്ക് തൽക്കാലം എന്താ, കണ്ടിന്യൂ ബ്രേക്ക് CB എന്ന് കൊടുക്കാം അല്ലേ, CB1 എന്ന് കൊടുക്കാം, .py. കുഴപ്പമില്ലല്ലോ. റൈറ്റ്, സേവ് അടിച്ചേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, F5. അതായത് F5 എന്തിനാ, റൺ ചെയ്യിക്കാനാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് റണ്ണിൽ പോയിട്ട് റൺ മോഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ F5 അടിക്കാം. ഓക്കെ, നമുക്ക് ഷോർട്ട് കട്ട് അടിക്കാം, F5. യെസ്, ആൻസർ കിട്ടി. ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യലാണ് നമ്മുടെ പരിപാടി. ശ്രദ്ധിക്കുക, ആദ്യം എക്സ് ഈക്വൽ ടു 1, എക്സിന് 1 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇപ്പോൾ ഇനീഷ്യലൈസ് ചെയ്തു, എക്സിന് 1, എക്സിന്റെ വാല്യൂ 1. അപ്പോൾ വൈൽ സെക്കൻഡ് ഇന്റർപ്രിറ്റർ ആണ്, ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുക നമുക്കറിയാം. അപ്പോൾ രണ്ടാമത്തെ ലൈന് പൈത്തൺ ഇന്റർപ്രിറ്റർ റീഡ് ചെയ്യൂ. രണ്ടാമത്തെ ലൈന് ഒരു ലൂപ്പാണ്, ഇത് വൈൽ ലൂപ്പാണ്. വൈൽ എക്സ് ലെസ് ദാൻ 10, എക്സിന്റെ ഇനീഷ്യൽ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ ചെക്ക് ചെയ്യുന്നു പൈത്തൺ എന്തെന്ന്, വൈൽ 1 ലെസ് ദാൻ 10 ഇറ്റ്സ് ട്രൂ. അപ്പോൾ വയലിന്റെ ഉള്ളിലത്തെ പ്രോഗ്രാം റൺ ആവും. അപ്പോൾ വയൽ ലൂപ്പിലേക്ക് കടന്നു. ഈ 1 ലെസ് ദാൻ 10 എന്ന് പറയുന്ന സെന്റൻസ് ട്രൂ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കോഡാണ് പിന്നീട് റൺ ആവുന്നത് അല്ലേ. ഉള്ളിലേക്ക് വരുന്നു, എന്താണ്, ഇഫ് എക്സ് ലെസ് ദാൻ 3, അതും ട്രൂ ആണ്. എന്തെന്ന്, 1 അല്ലേ ഇപ്പം ഇനീഷ്യലൈസ് ചെയ്തത്, 1 ലെസ് ദാൻ 3 ആയതുകൊണ്ട് എന്ത് ചെയ്യും, പ്രിന്റ് ദിസ് ഈസ് നമ്പർ കോമ, ഇവിടെ എക്സ് വെച്ചാൽ 1 ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഇതാ, ദിസ് ഈസ് നമ്പർ 1, അതാണ് ഈ ഫസ്റ്റ് ലൈൻ നമുക്ക് പ്രിന്റ് ആയി കിട്ടിയിരിക്കുന്നത്. അടുത്ത ലൈൻ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1, എക്സ് 1 ആയതുകൊണ്ട് 1 + 1 2. അപ്പോൾ എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തു, 2ലേക്ക് ചേഞ്ച് ചെയ്തു അല്ലേ. അടുത്ത എന്ത് ചെയ്യും, കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് കൊണ്ട് യെസ് യു ഹാവ് ടു നോട്ടീസ് ദാറ്റ് ഡിഫറൻസ്. നമ്മൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് കൊണ്ട് ഈ ഇഫ് ലൂപ്പ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എക്സിന്റെ വാല്യൂ 2 അല്ലേ, അപ്പൊ അടുത്ത ഇഫ് ചെക്ക് ചെയ്യും. ഇഫ് 2 ലെസ് ദാൻ 3, അഗൈൻ ഇറ്റ് ഇസ് ട്രൂ, പ്രിന്റ് ദിസ് ഈസ് നമ്പർ 2. ദിസ് ഈസ് നമ്പർ, ഇവിടെ ഇപ്പുറത്തെ ഷെല്ലിൽ നോക്കുക, ദിസ് ഈസ് നമ്പർ 2. ആൻസർ ആണെന്നില്ലേ. അപ്പോൾ ദിസ് ഈസ് നമ്പർ 1 ദിസ് ഈസ് നമ്പർ 2 എന്നും പ്രിന്റ് ചെയ്തു. അടുത്തത് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1, അപ്പോൾ 2 ആയിരുന്നു, ഇപ്പോൾ 2 + 1 3, എക്സിന്റെ വാല്യൂ 3 ആയി അല്ലേ. ഇപ്പൊ ഇതേ ലൂപ്പ് വീണ്ടും റൺ ചെയ്യും. ഇഫ് എക്സ് ലെസ് ദാൻ 3, 3 ലെസ് ദാൻ 3 ആണോ, ഫോൾസാ. അപ്പോൾ ആ ഇഫ് ലൂപ്പ് അവിടെ കഴിഞ്ഞു, ശരിയല്ലേ. അപ്പോൾ 3 എന്നുള്ളത് നേരെ ഇഫ് ലൂപ്പിന്റെ പുറത്ത് കിടക്കും. അടുത്ത ലൈൻ ഏതാ, പ്രിന്റ് എക്സ് ആണ്. ഇപ്പൊ എക്സിന്റെ വാല്യൂ 3 അല്ലേ, അപ്പൊ ആ 3 അവിടെ പ്രിന്റ് ചെയ്തു, കാണുന്നില്ലേ, 3 പ്രിന്റ് ചെയ്തു ഷെല്ലില്. ഓക്കെ, അടുത്തത് ഇഫ് എക്സ് ഈക്വൽ ടു 4, 3 ഈക്വൽ ടു 4 ആണോ, ഫോൾസ് ആണ്. അപ്പൊ ഈ ഇഫ് ലൂപ്പിന്റെ ഉള്ളിൽ കടക്കുകയില്ല അല്ലേ. ആ കണ്ടീഷൻ എക്സ് ഈക്വൽ ടു 4 ട്രൂ ആണെങ്കിലേ ഇഫ് എന്താ, ഇഫിനുള്ളിലത്തെ കോഡ് റൺ ആവുള്ളൂ. അത് ഇപ്പൊ എക്സിന്റെ വാല്യൂ 3 അല്ലേ, അപ്പോൾ 3 ഈക്വൽ ടു 4 ആണോ, അല്ലല്ലോ. അതുകൊണ്ട് ഏതാ, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നുള്ള കോഡാണ് റൺ ആവുക.
അതായത് 3 + 1 4 ആയി. എക്സിന്റെ വാല്യൂ 4 ആയി. ശരിയല്ലേ? വീണ്ടും നമ്മൾ വൈലിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഇഫ് സെന്റൻസ് 4 < 3 ഫോൾസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഇഫിനുള്ളത്തെ പ്രോഗ്രാം കോഡ്സ് റൺ ആവില്ല. അടുത്ത പ്രിന്റ് എക്സ് അത് റൺ ആവും അല്ലേ? അത് ഇഫിന്റെ പുറത്താണ്. ഇപ്പം എക്സിന്റെ വാല്യൂ എത്രയാ? ഇവിടെ എക്സ് + 1 3 + 1 4 ആയിട്ടുണ്ട്. അപ്പോൾ പ്രിന്റ് എക്സ് എന്ന് പറഞ്ഞാൽ 4 പ്രിന്റ് ചെയ്യും. അതാണ് ഇവിടെ 3 കഴിഞ്ഞിട്ട് 4 കാണുന്നത്, കാണുന്നില്ലേ? യെസ്. അടുത്ത ഇഫ് 4 = 4 എക്സിന്റെ വാല്യൂ 4 ആയതുകൊണ്ട് ഈ ഇഫ് ലൂപ്പ് എന്തായി? ട്രൂ ആയി. ഇഫ് എക്സ് = 4 എക്സിന്റെ വാല്യൂ എത്രയാ? 4 ആണ്. 4 = 4 ആയതുകൊണ്ട് പ്രിന്റ് സ്റ്റോപ്പിംഗ് വർക്കിംഗ് സ്റ്റോപ്പിംഗ് വർക്ക് പ്രിന്റ് ചെയ്തു. ശരിയല്ലേ? അവിടെ ബ്രേക്ക് ചെയ്തു. പിന്നീട് ഈ പ്രോഗ്രാം ഈ കോഡ് റൺ ആവുന്നില്ല. കാരണം റൺ ആവുമായിരുന്നുവെങ്കിൽ ഇവിടെ എന്താവും? 4 + 1 5 ആവും. അപ്പൊ അടുത്ത 5 റൺ പ്രിന്റ് ചെയ്യും. പിന്നെ 6 പ്രിന്റ് ചെയ്യും. എത്ര വരെ? എക്സിന്റെ വരെ 9 വരുന്നുണ്ട്. 9 < 10 ട്രൂ ആണ്. അപ്പൊ 9 വരെ പ്രിന്റ് ആവും. എക്സിന് 10 വന്നാലോ? 10 < 10 ആണോ? അല്ല. അപ്പൊ 9 വരെ പ്രിന്റ് ആവും. ബ്രേക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു ആഷ് അടിക്കാം. ആഷ് ഇട്ടതിന് നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ ആ ബ്രേക്ക് എന്തല്ല നമ്മുടെ പ്രോഗ്രാമിൽ കമന്റ് പോലെയാണ്, അത് റീഡ് ആവില്ല. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ വരുവാന്ന്. ഓക്കെ, see the difference, just see the difference. ബ്രേക്ക് എന്ന് പറയുന്ന ആളെ ഞാൻ പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്തപ്പോൾ വന്ന റിസൾട്ടാണ് മേലെ. ബ്രേക്ക് ഞാൻ ഒഴിവാക്കിയപ്പോഴാണ് താഴെ. എന്ത് ചെയ്തു? യെസ്, സ്റ്റോപ്പിംഗ് 4 വന്നപ്പോൾ സ്റ്റോപ്പിംഗ് വർക്ക് എന്ന് പ്രിന്റ് ചെയ്തു, കുഴപ്പമില്ല. അടുത്ത 5 വന്നപ്പോൾ സാധാരണഗതിയിൽ ബ്രേക്ക് ഉണ്ടെങ്കിൽ 5 ഈ സ്റ്റോപ്പിംഗ് വർക്കിംഗ് വന്നോടുകൂടി ബ്രേക്ക് ചെയ്യും, പ്രോഗ്രാം അവിടെ എൻഡ് ചെയ്യും. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? 5 എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്തു. 6 7 8 9 വൈലിന്റെ കണ്ടീഷൻ 9 < 10 അതുവരെ പ്രിന്റ് ചെയ്തു. 10 < 10 അല്ലാത്തതുകൊണ്ട് 10 എന്ത് ചെയ്തിട്ടില്ല? പ്രിന്റ് ചെയ്തിട്ടില്ല. ശരിയല്ലേ? അപ്പൊ ബ്രേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രേക്കിനെ വീണ്ടും ഇൻക്ലൂഡ് ചെയ്തു. ആഷും അയച്ചാൽ മതി. ഇനി കണ്ടിന്യൂ മനസ്സിലാക്കാൻ നമുക്ക് കണ്ടിന്യൂയുടെ അടുക്ക് എന്ത് ചെയ്യാം? ഒരു ആഷ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൺട്രോൾ സേവ് അടിക്കുന്നു, റൺ ചെയ്യുന്നു. കോഡ് കുറച്ച് താഴോട്ടായി പോയിട്ടുണ്ട്. നമുക്കിതിനെ ചെറുതാക്കാം. യെസ്, നോക്കിയാട്ടെ എന്ത് സംഭവിച്ചേ? കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തില്ല. അപ്പൊ ആദ്യം 1 < 3 ആയതുകൊണ്ട് ദിസ് ഈസ് നമ്പർ 1 പ്രിന്റ് ചെയ്തു അല്ലേ? പിന്നീട് ഈ x + 1 എന്തായി? 1 + 1 2 ആയേ. എന്നിട്ട് ഈ ഇഫ് ലൂപ്പ് റൺ ചെയ്തില്ല. പകരം അടുത്ത ലൈന് പൈത്തൺ ഓരോ ലൈൻ ബൈ ലൈനാണ് എക്സിക്യൂട്ട് ചെയ്യുക അല്ലേ? അപ്പൊ അടുത്ത ലൈനാണ് പ്രിന്റ് ആയത്. ദിസ് ഈസ് നമ്പർ 1 ശേഷം എക്സിന്റെ വാല്യൂ എന്തായിട്ടുണ്ട്? x + 1 എന്നുള്ള കോഡ് റൺ ചെയ്തപ്പോൾ 1 + 1 2 ആയിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ 2 ആയിട്ടുണ്ട്. പക്ഷേ നേരത്തെ കണ്ടിന്യൂ ഉള്ളത് കൊണ്ട് ഈ ഇഫ് ലൂപ്പ് കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് ദിസ് ഈസ് നമ്പർ 2 എന്ന് പ്രിന്റ് ചെയ്തു. ഫസ്റ്റ് നോക്കിയാൽ മതി അല്ലേ? ഫസ്റ്റ് റൺ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് നോക്കുക. പക്ഷെ ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്നതിന് ഞാൻ എന്ത് ചെയ്തു? മുമ്പിൽ ആഷ് ഇട്ടിട്ട് എന്ത് ചെയ്തു? തൽക്കാലം അതിന് പ്രോഗ്രാം ഒന്ന് ഒഴിവാക്കി നിർത്തി. ഓക്കെ, ആ സമയത്ത് എന്താ സംഭവിച്ചത്? x = 2 എന്നുള്ള വാല്യൂ വന്നു. പ്രിന്റ് എക്സ് എന്നുള്ള ലൈനാ പ്രിന്റ് ആയത്, റൺ ആയത് അല്ലേ? ഏത് ലൈനാ പ്രിന്റ് ആയത്? പ്രിന്റ് എക്സ് എന്നുള്ളത്. അതുകൊണ്ട് 2 പ്രിന്റ് ചെയ്തു. പിന്നെ 3 പ്രിന്റ് ചെയ്തു. 4 പ്രിന്റ് ചെയ്തു. 4 പ്രിന്റ് ചെയ്തപ്പോൾ എന്തായി? ബ്രേക്ക് എന്നുള്ള കമാൻഡ് കാരണം പ്രോഗ്രാം അവിടെ ബ്രേക്കായി, അവിടെ നിന്നു സ്റ്റോപ്പിംഗ് വർക്ക് വരെ. നിങ്ങൾ ഈ ബ്രേക്കും കൂടെ ആഷ് ഇട്ട് കൊടുത്താലോ ഒന്നാമത്തത് ദിസ് ഈസ് നമ്പർ 1 എന്നുള്ള പ്രിന്റ് ആവും. പിന്നീട് അങ്ങോട്ട് 2 3 4 5 6 7 8 9 വരെ താഴെ പ്രിന്റ് ആവും. ഏത് ബ്രേക്കും കൂടെ നിങ്ങൾ ആഷ് ഇട്ടാൽ അല്ലേ? നമുക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാം? ആഷ് ഇട്ടിട്ടത് ചെക്ക് ചെയ്യാം. ബ്രേക്ക്. ഓക്കെ, കൺട്രോൾ ആസ് F5 നോക്കൂ. ദിസ് ഈസ് നമ്പർ 1 2 3 4 വന്നതിനെ കൊണ്ട് 4 ട്രൂ ആണ്. എന്ത് ചെയ്യണം? സ്റ്റോപ്പിംഗ് വർക്ക് പ്രിന്റ് ചെയ്യണം. അത് പ്രിന്റ് ചെയ്തു. 5 6 7 8 9 വരെ താഴെ പ്രിന്റ് ചെയ്ത് വന്നു. കറക്റ്റ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ചെറുതായിട്ട് കണ്ടിന്യൂ ബ്രേക്ക് എന്നുള്ളത് എന്തിനാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ബ്രേക്ക് കൊടുത്താൽ ആ ലൂപ്പ് അവിടെ എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. ഓക്കെ, കണ്ടിന്യൂ കൊടുത്താൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലൂപ്പ് ഏതാണോ അല്ലേ? ഇത് വൈലിന്റെ ലൂപ്പ് എന്നല്ല, കൊടുത്തിരിക്കുന്ന ഏത് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഉള്ളിലാണോ അല്ലെ, ഏത് ലൂപ്പിന്റെ ഉള്ളിലാണോ കണ്ടിന്യൂ ഉള്ളത് അത് വീണ്ടും വീണ്ടും അതേ കോഡ് റൺ ചെയ്യും അല്ലെ? അതേ എന്താ പറയാ, ഇവിടെ ഇഫ് ആണല്ലോ, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും? റൺ ചെയ്യും അല്ലെ? ഈ ഇഫ് എന്ന് പറയുന്ന ഈ പാർട്ട് വീണ്ടും വീണ്ടും റൺ ചെയ്യും. ഓക്കെ,
ബട്ട് റിമെമ്പർ എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആവുന്നവരെയാണേ. ക്ലിയർ? അല്ലെങ്കിൽ എന്താകണമായിരുന്നു? കണ്ടിന്യൂ ഇല്ലെങ്കിൽ ഇവിടെ 1 ദിസ് ഈസ് നമ്പർ 1 കഴിഞ്ഞ ശേഷം എക്സിന്റെ വാല്യൂ 2 ആവും. പിന്നെ പ്രിന്റ് 2 എന്നുള്ളതാണ് എന്ത് ചെയ്യുക? റൺ ആവുക. കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് ദിസ് ഈസ് നമ്പർ 2 എന്നും കൂടെ പ്രിന്റ് ആയിട്ടുണ്ട്. നേരത്തെ ചെയ്ത് ഓർമ്മയില്ല മേലെ. ഓക്കെ. സോ എനിവേ കണ്ടിന്യൂ ബ്രേക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിനി ഒരു ചെറിയ പ്രോഗ്രാം ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ ക്ലോസ് ചെയ്യാം. എന്നിട്ട് Ctrl N അടിച്ചാൽ പുതിയ ഫയൽ വരും. ഓക്കെ. പഴയത് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ക്ലോസ് ചെയ്തു. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ലാർജസ്റ്റ് നമ്പർ അല്ലേ? ലാർജസ്റ്റ് പോസിറ്റീവ് നമ്പർ അത് കണ്ടെത്താനുള്ള ഒരു പ്രോഗ്രാമാണ്. ആകെ 2-3 പേര് കോഡേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വളരെ സിമ്പിൾ ഒന്നും എന്നല്ല, ടഫല്ല, സിമ്പിളാണ്. മാക്സ് ഈക്വൽ ടു, ഞാൻ മാക്സിമം ആദ്യം 0 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. ഓക്കെ. ഇനി വൈൽ ട്രൂ, ടി ക്യാപിറ്റൽ ആയിരിക്കണേ, TRUE. ഓക്കെ. വൈൽ ട്രൂ. ഇങ്ങനെ ഒരു കോഡ് നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണ്. ഇൻഫിനിറ്റ് ലൂപ്പാണ്. വൈൽ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കും, ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ റൺ ചെയ്യുള്ളൂ. ഇവിടെ വൈൽ ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റ് ലൂപ്പാണ്. അത് എന്ത് ചെയ്യും? അനന്തമായിട്ട് ആ ലൂപ്പ് റൺ ചെയ്യും. ഓക്കെ. അപ്പോൾ സാധാരണഗതിയിൽ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് അത് ഫോൾസ് ആവുന്ന റൺ ചെയ്യുള്ളൂ. ഇവിടെ എന്ത് ചെയ്യും? ഇത് കണ്ടിന്യൂസ്ലി വീണ്ടും 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 ഈ ലൂപ്പ് റൺ ചെയ്യും. ഓക്കെ. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് റൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ. സോ ദിസ് ഈസ് എ ഇൻഫിനിറ്റ് ലൂപ്പ്. അപ്പോൾ ഇൻഫിനിറ്റ് ലൂപ്പ് കൊണ്ടുവരണമെങ്കിൽ വൈൽ ട്രൂ എന്ന് കൊടുത്താൽ മതി, ഒരു മെത്തേഡ്. ഓക്കെ. വേറെ മെത്തേഡുകളുണ്ട്. തൽക്കാലം നമ്മളിപ്പോൾ വൈൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇൻഫിനിറ്റ് ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യുക? വൈൽ ട്രൂ എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് അതിനുള്ളിൽ എക്സ് ഈക്വൽ ടു ഇൻപുട്ട്, നമ്മളൊരു നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു. എന്താണ് ഇൻപുട്ട് ചെയ്യുന്നത്? നമ്മൾ ഒരു കുറേ നമ്പർ നമ്മൾ അടിക്കും. ആ നമ്പറിൽ ഏതാണ് വലുത് അതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സെന്റൻസ് നമുക്ക് കൊടുക്കാം. എൻറ്റർ എ നമ്പർ. ഓക്കെ. ക്ലിയർ അല്ലേ? യെസ്. ഈ നമ്പറിനെ ഇൻറ്റിജർ ആക്കണം, അല്ലെങ്കിൽ സ്ട്രിങ് പോലെയാണ് പൈത്തൺ റീഡ് ചെയ്യുക. അതിനുവേണ്ടിയാണ് ഇൻറ്റ് ഫ്രണ്ട് കൊടുത്തത്. ഇതൊക്കെ പണ്ട് പറഞ്ഞതാണ്, ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുവാണ്. ഇനി നമ്മളൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ മാക്സ്, നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന നമ്പർ, ഇൻപുട്ട് ചെയ്തിരിക്കുന്ന നമ്പർ മാക്സ് എന്ന് പറയുന്ന നമ്പർ 0 ആണല്ലോ, അതിനേക്കാൾ വലുതാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? എന്ത് സംഭവിക്കണം? അടുത്ത കോഡ് എന്തായിക്കോളെ, മാക്സ് ഈക്വൽ ടു എക്സ്. ആ എക്സിന്റെ വാല്യൂ മാക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഇൻപുട്ട് ചെയ്തത് 10 എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ ഇവിടെ നോക്കുക, എക്സ് ഗ്രേറ്റർ ദാൻ മാക്സ്, 10 ഗ്രേറ്റർ ദാൻ 0. മാക്സിന്റെ വില 0 അല്ലേ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തത്. അപ്പൊ 10 ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് മാക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എക്സിന്റെ വാല്യൂ 10 അല്ലേ, 10 അസൈൻ ചെയ്യും. അപ്പൊ ഇനി മാക്സിന്റെ വാല്യൂ എത്രയാ? 10 ആണ്. ഓക്കെ. അതിനുശേഷം പൈത്തൺ റീഡ് ചെയ്യുന്ന ലൈന് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് എക്സ് ഈക്വൽ ടു 0, എന്താ പ്രിന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രിന്റ് മാക്സ്. അപ്പോ നിങ്ങൾ അവസാനം 0 അടിച്ചാൽ മാത്രമേ ഈ വൈൽ ലൂപ്പ് എൻഡ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇൻപുട്ട് വാല്യൂസ് കുറെ കൊടുക്കാം, 1 എന്നോ 2 എന്നോ 3 എന്നോ 10 എന്നോ എത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? എൻ്റർ അടിച്ച് കൊടുക്കാൻ പറ്റും. അതിൽ 0 അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ അവിടെ പ്രോഗ്രാം നിൽക്കുള്ളൂ. ഓക്കെ. അപ്പൊ അവസാനം 0 എൻ്റർ ചെയ്യണം. റൈറ്റ്. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന കോഡ് അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ ബ്രേക്ക് ഇല്ല, അത് വീണ്ടും ലൂപ്പ് നീളും. ഓക്കെ. ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പ് ആണല്ലോ, അവിടെ ബ്രേക്ക് മസ്റ്റ് ആണ്. ഓക്കെ. നമുക്ക് സേവ് അടിച്ചിട്ട് എന്താ lp.py ജസ്റ്റ് ഒരു നെയിം കൊടുത്തു, റൺ ചെയ്യുന്നു. നമുക്ക് ഇനി ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് പ്രോഗ്രാമും കൂടെ കാണുന്ന വിധത്തിലാക്കട്ടെ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവും. ഓക്കെ.
ഇപ്പോൾ എൻ്റർ എ നമ്പർ എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ, ഞാനൊരു നമ്പർ എൻ്റർ ചെയ്യുന്നു 2, എൻ്റർ, വീണ്ടും എൻ്റർ എ നമ്പർ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇതൊരു വൈൽ ട്രൂ, അതായത് ഇൻഫിനിറ്റ് ലൂപ്പാണ്. 8 ഞാൻ പറഞ്ഞു എപ്പോൾ മാത്രമേ ഇത് സ്റ്റോപ്പ് ആവുള്ളൂ, ബ്രേക്ക് ആവുള്ളൂ. നോക്ക്, ഇഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ മാക്സ് എന്ത് ചെയ്യും? ആ മാക്സ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ എത്രയാണ് അത് പ്രിന്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും, അവിടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ എക്സിൽ നിങ്ങൾ ആദ്യം 2 കൊടുത്തു, 2 ഗ്രേറ്റർ ദാൻ മാക്സ്, മാക്സ് ഇനീഷ്യൽ 0 ആയതുകൊണ്ട് 2 ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് മാക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ എക്സിന്റെ വാല്യൂ അസൈൻ ചെയ്യപ്പെട്ടു. മാക്സിൽ നിങ്ങൾ എത്രയാണ് നമ്പർ കൊടുത്തത്, സോറി എക്സിൽ നിങ്ങൾ എത്രയാണ് നമ്പർ കൊടുത്തത്? എക്സ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് കൊടുത്തത് ഫസ്റ്റ് 2 ആണ്. അപ്പൊ മാക്സിലേക്ക് 2 എന്ത് ചെയ്യുക? അസൈൻ ചെയ്യപ്പെട്ടു. ഓക്കെ, അടുത്ത നമ്പർ നിങ്ങൾ എന്ത് ചെയ്തു? 8 കൊടുത്തു. അപ്പോൾ 8 ഗ്രേറ്റർ ദാൻ മാക്സിന്റെ വാല്യൂ ഇപ്പൊ 2 ആണ്, 2. അപ്പൊ 8 ഗ്രേറ്റർ ദാൻ 2 ആയതുകൊണ്ട് മാക്സിലേക്ക് എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യും? അസൈൻ ചെയ്യപ്പെടും. എക്സിന്റെ വാല്യൂ ഇപ്പൊ എത്രയാ? നിങ്ങൾ 8 എന്നാണ് കൊടുത്തത്. അപ്പോൾ മാക്സിന്റെ വാല്യൂ തൊട്ട് മുന്നേ 2 ആയിരുന്നു, ആദ്യം 0 ആയിരുന്നു, പിന്നീട് 2 ആയി, ഇപ്പൊ എത്രയാവും? മാക്സ് ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് എക്സിന്റെ വാല്യൂ 8 ആയതുകൊണ്ട് മാക്സ് ഈക്വൽ ടു 8 ആവും അല്ലേ. ഇനി വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ഞാൻ എന്താ ഇവിടെ പ്രോഗ്രാമിലേക്ക് പോവാ, ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 100 എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, 100 എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത എന്താ രണ്ടാമത്. വീണ്ടും എക്സിന് ഇപ്പൊ എന്താ വാല്യൂ? 100 ആണ്. 100 ഗ്രേറ്റർ ദാൻ മാക്സ്, മാക്സിന്റെ വാല്യൂ എത്രയാ? മാക്സിൽ നിങ്ങൾ എക്സിന്റെ തൊട്ട് മുന്നത്തെ എക്സ് വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ എക്സ് വാല്യൂ എത്രയാ? എക്സ് 8 ആണല്ലോ, 8 ആണല്ലോ. അപ്പൊ ഇവിടുത്തെ കോഡ് എങ്ങനെയാ റെഡി ചെയ്യുക? 100 ഗ്രേറ്റർ ദാൻ 8 ട്രൂ ആണ്. അപ്പൊ എന്ത് ചെയ്യും? മാക്സിലേക്ക് എക്സിന്റെ വാല്യൂ അസൈൻ ചെയ്യപ്പെടും അല്ലെ. എക്സിന്റെ വാല്യൂ ഇപ്പൊ എത്രയാ? 100 ആണല്ലോ. അപ്പൊ മാക്സിലേക്ക് 100 വന്നു. ഓക്കെ, ഇനി അടുത്ത ഞാൻ എന്ത് ചെയ്യുന്നു? 50 എന്ന് എൻ്റർ ചെയ്യുന്നു. യെസ്, ഇപ്പൊ മാക്സിലേക്ക് 50 വന്നു. ഓക്കെ, 50 അല്ല, നിൽക്കട്ടെ. അപ്പോൾ എന്തായിരുന്നു ഇപ്പൊ? യെസ്, ഇപ്പം മാക്സിന്റെ വാല്യൂ 100 ആണേ. ഓക്കെ, അപ്പൊ ചെക്ക് ചെയ്യുന്നു. 100 ഗ്രേറ്റർ, സോറി എക്സ് എത്രയാണ്? നമ്മളിപ്പോൾ കൊടുത്ത 50 ആണ്. 50 അല്ലെ, എക്സിന് ഇപ്പൊ കൊടുത്തിരിക്കുന്ന വാല്യൂ 50 ആണ്. അപ്പൊ 50 ഗ്രേറ്റർ ദാൻ മാക്സിന്റെ വാല്യൂ എത്രയാ? അതിലും തൊട്ട് മുന്നത്തെ എക്സിന്റെ വാല്യൂ 100 ആണ്. അപ്പൊ 50 ഗ്രേറ്റർ ദാൻ 100 അത് ഫോൾസ് അല്ലേ. അപ്പോ മാക്സിൽ വാല്യൂ ഇപ്പൊ എത്ര തന്നെയാ ഉണ്ടാവുക? 100 തന്നെയാ ഉണ്ടാവുക. അത് മാറി 50 ആവോ? ഇല്ല. എന്തുകൊണ്ടാ? ഈ ഇഫ് കണ്ടീഷൻ തെറ്റാണ്. ഇത് 50 ഗ്രേറ്റർ ദാൻ 100 ആണോ? അത് ഫോൾസ് ആണ്. അതുകൊണ്ട് മാക്സിലേക്ക് എക്സിന്റെ വാല്യൂ ആഡ് ചെയ്യപ്പെടത്തില്ല. അതുകൊണ്ട് ഇപ്പം മാക്സിന്റെ വാല്യൂ എത്ര തന്നെയാണ്? 100 തന്നെയാണ്. ഓക്കെ, ഇവിടെ എൻ്റർ എ വാല്യൂ വന്നിട്ടുണ്ട്. ഞാൻ 0 അടിക്കുന്നു. 0 ആയാൽ ഇത് പ്രോഗ്രാം നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നോക്ക്, 100 പ്രിന്റായി വന്നു. ഇവിടെ റിസൾട്ടില് 100 പ്രിന്റായി. ഓക്കെ, ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ മാക്സിന് 0 അസൈൻ ചെയ്തു. ഇവിടെ വൈൽ ട്രൂ എന്ന് പറയുന്ന ഇൻഫിനിറ്റ് ലൂപ്പ് എടുത്തു. അതിൽ എക്സിന് ആദ്യം നമ്മൾ 2 എൻ്റർ ചെയ്തു. ഫസ്റ്റ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ മാക്സ് എന്ന് പറഞ്ഞാൽ 2 ഗ്രേറ്റർ ദാൻ മാക്സിന്റെ വാല്യൂ 0 ട്രൂ ആണ്. അതുകൊണ്ട് മാക്സിലേക്ക് എക്സിന്റെ വാല്യൂ അസൈൻ ചെയ്തു. എക്സിന്റെ വാല്യൂ 2 ആയതുകൊണ്ട് മാക്സിലേക്ക് 2 വന്നു അല്ലേ. അപ്പൊ മാക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂന് എത്രയാ? 2 ആണേ. നമ്മൾ അടുത്ത വാല്യൂ 8 എൻ്റർ ചെയ്തു. അപ്പൊ വീണ്ടും ചെക്ക് ചെയ്യുന്നു. 8 ഗ്രേറ്റർ ദാൻ മാക്സ്, മാക്സ് എത്രയാ? 2 ആ. 8 ഗ്രേറ്റർ ദാൻ 2 ട്രൂ ആയതുകൊണ്ട് 8 എന്നുള്ള വാല്യൂ മാക്സിലേക്ക് സ്റ്റോർ ചെയ്യപ്പെട്ടു. ഇപ്പൊ മാക്സിന്റെ വാല്യൂ എത്രയാ? ഫസ്റ്റ് 0 2, ഇപ്പൊ എത്രയാ? 8. അടുത്ത നമ്മൾ 100 എൻ്റർ ചെയ്തു. അപ്പൊ 100 ഗ്രേറ്റർ ദാൻ, സോറി യെസ്, 100 ഗ്രേറ്റർ ദാൻ 8 അതും ട്രൂ ആണ്. അതുകൊണ്ട് മാക്സിലേക്ക് എക്സിന്റെ വാല്യൂ 100 എക്സിന്റെ വാല്യൂ അത് സ്റ്റോർ ചെയ്യപ്പെട്ടു. അപ്പൊ മാക്സിൽ ഇപ്പോൾ 100 ആണ് വാല്യൂ. അടുത്തത് നമ്മൾ 50 എൻ്റർ ചെയ്യുന്നു. 50 ഗ്രേറ്റർ ദാൻ 100 അത് ഫോൾസാ. അപ്പൊ മാക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല, 100 തന്നെയായി നിൽക്കും. അത് ട്രൂ ആയിരുന്നെങ്കിൽ അവിടെ 50 വന്നേനെ. പക്ഷെ ഫോൾസ് ആയതുകൊണ്ട് മാക്സിന്റെ വാല്യൂ 100 തന്നെ നിൽക്കും. ഓക്കെ, അടുത്ത നമ്മൾ 0 എൻ്റർ ചെയ്യുന്നു. 0 ഗ്രേറ്റർ ദാൻ 100 ആണോ? അല്ല. അതുകൊണ്ട് ഈ ഇഫ് ലൂപ്പ് റൺ ചെയ്യുന്നില്ല. പകരം അടുത്ത ഇഫ് എക്സ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ആ മാക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ലാസ്റ്റ് സ്റ്റോർ ചെയ്ത വാല്യൂ എത്രയാ? 100 അല്ലേ. അത് പ്രിന്റ് ചെയ്യും. അതാണ് ലാർജസ്റ്റ് നമ്പർ 100. പ്രോഗ്രാം അവിടെ ബ്രേക്ക് ആവും. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂസിൽ ഏറ്റവും വലിയ പോസിറ്റീവ് നമ്പർ കണ്ടുപിടിക്കാൻ ഈ പ്രോഗ്രാം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ലാസ്റ്റ് 0 എൻ്റർ ചെയ്യണമെന്നുള്ളത് ഓർമ്മിച്ചാൽ മതി. കാര്യം ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ചെറിയ പ്രോഗ്രാമോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട്
മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കോഡും റിസൾട്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു.